പിന്നെ ഞാൻ വീട്ടിൽ കിടക്കണം ഓടാ മുല്ലേ റോട്ടിൽ പാവിരിക്കാൻ ജഗതി ചേട്ടനല്ലാണ്ട് വേറെ ആർക്കും തന്നെ പറ്റില്ല. അപ്പോൾ ഈ ഒരു സീനിൽ ജഗതി ചേട്ടൻ തന്നെ പറയുന്നുണ്ട് നമുക്കൊരു പബ്ലിക് ന്യൂസൻസ് ആവാ എന്ന്. ഇപ്പോൾ സിനിമയിലെ സീൻസ്, സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഓരോ സെക്ഷൻ കണക്ട് ചെയ്ത് പറയുന്നത്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമം സുഖമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. CPO 2026 ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പല ആളുകൾക്കൊരു യൂണിഫോം പോസ്റ്റ് നേടാനുള്ള ഒരു വലിയ അവസരമാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഹരികൃഷ്ണനോട് ചോദിക്കാനുള്ളത്, ഇത് വലിയ പാടാണോ ഈ പ്രത്യേകിച്ച് ഈ ഒരു BNS അല്ലെങ്കിൽ ലീഗൽ ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളത്? 20 മാർക്സാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ഭാഗത്ത് നിന്ന് വരുന്നത്. നമ്മുടെ എന്താ പറയുക, ജോലി ഉറപ്പിക്കുന്നത് ആ 20 മാർക്സിലാണുള്ളത്. അപ്പോൾ നമുക്കറിയാം പഴയ നമ്മുടെ 160ഓളം കൊല്ലം പഴക്കമുള്ള ഒരു നിയമത്തിനെ റീപ്ലേസ് ചെയ്ത് 2024 പുതിയൊരു നിയമം, അതായത് IPCനെ റീപ്ലേസ് ചെയ്ത് ഭാരതീയ ന്യായ സംഹിത വന്നു. അപ്പോൾ ഈ വർഷം ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്കൊരു സംശയമായിരിക്കും, ഈ പുതിയ നിയമം എന്താ പറയുക കടുകട്ടിയാണോ, പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഞാൻ പറയുകയാണ്, പുതിയ നിയമം എന്താ പറയുക വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്ന തന്നെയുള്ള സുഖം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസിൽ ഇനി CPO എക്സാമിന് പഠിക്കാം, അതും ലീഗൽ എക്സ്പേർട്സ് ക്ലാസ് എടുക്കുന്ന ബാച്ചിൽ. അതായത് നമ്മൾ 1500 രൂപ മാത്രമാണ് CPO എക്സാമിൻ്റെ കോഴ്സ് ഫീസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് 9048679679 എന്ന നമ്പറിലേക്ക് CPO എന്ന് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ.